എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 23 അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോയാനും ഹൈബോട്ടോങ്ങും ആ ഓഡിഷൻ ഹൗസ് ആ മിറ്റൽ ഫാമിലിയിലേക്ക് എത്തി. അതിനുള്ളിൽ ഒരു വലിയ കച്ചവടം തന്നെ നടക്കുന്നു. ഹൈബോട്ടോങ് അവിടെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അതിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളവർ തടഞ്ഞു. ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റിവിടൂ. ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റിനുള്ള പ്ലേസ് ആണ്. അപ്പോഴാണ് അങ്ങോട്ടൊരു വേറെ ഒരുത്തം വരുന്നത്. ഷിയോയാൻ ഒരു പുവർ ബോയ് ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. ആ പാരറ്റും കൂടെയുണ്ട്. തത്ത അവന്റെ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 3 ലക്ഷം ഗോൾഡ് കോയിൻ. എന്നാൽ അതൊരു ഓഡീഷൻ ഹൗസ് വെച്ച് നോക്കിയാൽ വളരെ കുറവാണ്. മില്യൺസ് ഗോൾഡ് കോയിൻ കാണല്ലോ ഒരു സെയിലൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ ലോ ക്ലാസ്സിന് വരാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ ദേഷ്യപ്പെടുത്തുവാണ്. അവനെ ദേഷ്യം വന്നപ്പോൾ ഹൈബോട്ടോങ് തടഞ്ഞു. എന്നാൽ ഹൈബോട്ടോങ്ങിനെയും അപമാനിക്കുമ്പോഴാണ് അങ്ങോട്ട് യാഫൈ വരുന്നത്. ഫസ്റ്റ് സീസണിൽ കണ്ടതാണ്. കുറച്ചുകൂടെ ലുക്ക് മാറി. ഷിയോനെ കണ്ട് അവൾക്ക് ഹാപ്പി ആയിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവർ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എന്ന് അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവനത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ചോദിക്കുവാണ്. എന്നാൽ യാഫൈ ഓക്കെ കിട്ടുമെന്ന് പറയുമല്ലോ, അതുപോലെ ഷിയോയാൻ അവനൊന്ന് ഫ്ലേർട്ട് ചെയ്തിട്ട് അവന്റെ സെക്കൻഡ് ലെവൽ ആൽക്കമിസ്റ്റ് ആയതിൽ കൺഗ്രാറ്റ്സ് പറയാണ്. ഈ ആഡിഷൻ ഹൗസിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അവന്റെ ഫാമിലിയാണ്. അതാണ് ഇങ്ങനെ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊരു സീക്രട്ടാണ്. എന്നാൽ വേറെ റൂമിലോട്ട് പോകാം എന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ ആ പൊരുത്തം കട്ട് ചേർക്കാൻ ഉടക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. യാഫൈ പിന്നും പറയുവാണ് ഇതെന്റെ ഫ്രണ്ട്സ് ആണ്, അതുപോലെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. എന്നാൽ അവർ പോകുന്നത് ഒഫീഷ്യൽസ് മാത്രം പോകുന്ന സ്ഥലത്താണ്. അതോടെ തന്നെ കൂടിയാണ് അവന് പിന്നും ദേഷ്യം വന്ന് രണ്ടുപേരെയും ചേർത്ത് മോശമായിട്ട് പറയുമോ. അത് യാഫൈനെ വെച്ച് ഷിയോനെ കമ്പയർ ചെയ്ത് പറയുവാണ് ഓരോ മോശമായ കാര്യങ്ങൾ. അത് കേട്ട് യാഫൈക്ക് ദേഷ്യം വന്നു. എന്നാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അത് മനസ്സിലാക്കി ഷിയോയെ നേരെ ചെന്ന് കൊടുത്തു. അവൻ ദേഷ്യം വന്നിട്ട് പിന്നെ പവർഫുൾ ആയിട്ട് അടിക്കാൻ വന്നു. എന്നാൽ ഷിയോയെ സിമ്പിൾ ആയിട്ട് അടിച്ചിട്ട് ഇടയ്ക്ക് യാഫൈനെ ഒന്ന് നേരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒക്ടാഡി സ്മാഷ് വെച്ച് ഒറ്റടി ദൂരെ പോയി വീണു. ബാക്കിയുള്ളവർ ഷോക്കാണെങ്കിലും പിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ യാഫൈ അവരുടെ മര്യാദയ്ക്ക് തിരികെ പൊക്കോ എന്ന രീതിയിൽ പറഞ്ഞു വരട്ടി. എന്നാൽ അവന്റെ പേര് ലൈലി എന്നാണ്. അവൻ പെണ്ണു അടങ്ങാതെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവർ റൂമിലേക്ക് ഷിയോയൻ അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ച് അഹങ്കാരമുള്ളതാണ്. മിറ്റൽ ഫാമിലിയിലെ ഒരു എൽഡറിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും അഹങ്കാരം കാണിച്ചാലേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സോൾ പവർ, അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സംഭവമൊന്നുമില്ല, ഒരു ആൽക്കമിസ്റ്റിനായിട്ടാണ് അത് കൂടുതലും കാണപ്പെടുന്നത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല, അത് വളരെ യൂസ്ഫുൾ ആയതാണ്. ഡൗക്കി അതുപോലെയാണ് സോൾ പവറും. ഒരു സോൾ പവർ ലെവൽ എന്നത് അഡ്വാൻസ്ഡ് ലെവൽ വരെ പോകും. അങ്ങനെ ഓർത്താൽ മതി. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ടെലിഗൈനസ് സെൻസ്, അത് 1000 മീറ്റർ റേഞ്ച് ഉള്ളത്. മീറ്റർ അല്ല മൈൽസ്. പിന്നെ ഒബ്സർവേഷൻ, അങ്ങനെ ഓരോന്നും. ഈ സോൾ പവർ വെച്ച് തന്നെ സ്ട്രെങ്ത് അതൊക്കെ ഹൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഓക്കെ, യാഫി ആണെങ്കിൽ അത് റെയർ ആണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാനായിട്ട് പറയുമ്പോൾ റെക്കോർഡിൽ നോക്കാം എന്ന് ഹൈബോട്ടോങ്ങിനോട് പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഇത് ആഡിഷൻ ഹൗസിൽ കാണുമെങ്കിൽ VIP ആകണം, അല്ലെങ്കിൽ ഒരുപാട് ഗോൾഡ് കോയിൻ കാണും, അത് വാങ്ങിച്ചു പോകുന്നു. യാഫൈ അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 30% ഡിസ്കൗണ്ട് കൊടുത്തത്. അങ്ങനെ നിലയ്ക്കാണ് ലൈലിന്റെ ഗ്രാൻഡ് ഫാദർ വരുന്നത്. അയാളൊരു എൽഡറാണ്. അയാളുടെ പേര് മിസ്റ്റർ ലീ. അയാൾ പറയുന്നത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെ ആൾക്ക് കൊടുക്കാൻ പ്രോമിസ് ചെയ്തിരുന്നു. എന്നാൽ പിറകിൽ ലൈലിയുണ്ട്, അപ്പോൾ മനസ്സിലാക്കാം. എന്നാൽ യാഫൈ റെക്കോർഡ് നോക്കുമ്പോൾ ആരും തന്നെ വാങ്ങുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അതുമല്ല, ഇവർ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. മിസ്റ്റർ ലീനോട് ഇവനാണ് എന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്ക് എന്ന രീതിയിൽ അവൻ യാഫൈനോട് എന്റെ വാക്ക് എതിർക്കാൻ നോക്കുവാണോ. എൽഡേഴ്സ് മീറ്റിംഗിൽ കാണിക്കാം നിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ മാറ്റുന്നത്. അത് കേട്ട് ഷിയോയാൻ വന്ന് നിൽക്കുന്നു. മിസ്റ്റർ ലീ എന്തൊക്കെ പറയുമ്പോഴാണ് ടാങ്ഷൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ. അത് കേട്ട് മിസ്റ്റർ ലീ ഒന്ന് വിരണ്ടുപോയി. എന്തോ പറയാൻ വന്നത്, നീ അത് പറയാനുള്ള യോഗ്യതയില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഒരു എൽഡറിനെ ഈ മിറ്റൽ ഫാമിലിയിൽ നിന്ന് ഞാൻ ഇല്ലാതെയാക്കും. മറ്റവൻ പിന്നെ ഡയലോഗ് അടിക്കുമ്പോൾ ഒരു ഐസ് ഉപയോഗിച്ച് കൊടുത്തു. എന്നത് ഏറ്റുവാങ്ങി മിസ്റ്റർ ലീ. നല്ല പരിക്ക് പറ്റിയെങ്കിലും ഹൈബോട്ടോങ് വളരെ സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് നടന്ന് പോവാണ്. യാഫൈക്ക് ഷോക്ക്, കൂടെ ഉള്ളത് ആരടാ. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് എൻട്രാൻ വരുന്നു എന്നത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് ആലോചിക്കുമ്പോൾ അവൾ യാഫൈനെ കാണാൻ അകത്തേക്ക് വന്ന്. എന്നാൽ അതിനു മുമ്പേ അവരും മറിഞ്ഞു. അവളെ കണ്ട് അവനാണെങ്കിൽ ദേഷ്യം. അവൾ വന്നത് പറയുന്നു അവളുടെ ഗ്രാൻഡ് ഫാദർ ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് പോയിസൺ ബാധിച്ച് കിടക്കുന്നു. ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായി. ഒരുപാട് നല്ല ആൽക്കമിസ്റ്റിനെ കൊണ്ടുവന്നു. എന്നാൽ എല്ലാവരും കൈയൊഴിയുകയാണ്. അങ്ങനെ ഗൂഹി എന്ന പിൽസ് കിങ്ങിനെ വിളിച്ചു. എന്നാൽ പിൽസിലൊന്നും അതൊക്കെ നാളെ ശരിയാകില്ല. പിടിച്ചെടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഹെവൻലി ഫ്ലെയിം ഉള്ള ആൽക്കമിസ്റ്റിനെ കണ്ടുപിടിച്ച് അത് മാറ്റാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയാണ് വന്നതെന്ന് പറയുകയാണ്. എന്നാൽ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടുപിടിക്കുന്നത് റയറാണ്. ഈ ആഫയ്ക്ക് ഓഡിഷൻ ഹൗസുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, ഒരുപാട് ആൽക്കമിസ്റ്റും വരുന്നു. അങ്ങനെ വല്ല ഹെൽപ്പും ചോദിക്കാനാണ് വന്നേ. അങ്ങനെയെങ്കിൽ നല്ലൊരു റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞ് എന്തോ റിവാർഡിന്റെ പേരും പറയുന്നുണ്ട്. അവൾ ഓക്കെ പറഞ്ഞു.
എൻട്രാൻ പോയതിനു ശേഷം വെളിയിലേക്ക് വരുന്നത് യാഫയ്ക്ക് അറിയാം ഷിയോയുടെ കയ്യിൽ ഹെവൻലി ഫ്ലെയിം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അവനോട് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അവന്റെ ലൈഫ് എനിമിയാണ്, സഹായിക്കാനാണ് എന്ന് പറയുന്നു. നീ നേരെ നളൻ ഫാമിലിയിലേക്ക് പോകണം, അവളുടെ ഗ്രാൻഡ് പേയെ നളൻജീനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, കിട്ടുന്ന റിവാർഡ് അത് സോൾ പവറിന് വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്, അത് വാങ്ങ്, ഹെൽപ്പ് ആക്കണ്ട, പകരമായിട്ട് മതി. അവനൊന്ന് ആലോചിച്ചു, മാസ്റ്ററിനെ രക്ഷിക്കാൻ അധികം നാളിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ സമ്മതിച്ചു. അപ്പോൾ ഒരു മാസ്ക് കൊടുത്തിട്ട് ഇത് ഡാക്കു അങ്ങനെ താഴെയുള്ളവരെ നിന്റെ ഐഡന്റിറ്റി മനസ്സിലാകില്ല, ഔറ പുറത്തു വിടുകയുമില്ല. അവനും അത് വാങ്ങി പോകുന്നു. ഹൈബോട്ടോങ് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഷിയോയൻ ഒറ്റയ്ക്ക് പോകുകയാണ്. എന്നാൽ അങ്ങനെ പോകുമ്പോഴാണ് ആ ബ്ലാക്ക് സ്മോക്ക് ആളെ കാണുന്നത്. നേരെ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ ഷിയോയൻ മാറിപ്പോവാണ്. അവൻ ഇത് ആരാണെന്ന് മനസ്സിലായില്ല. അത് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, എന്നെന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? എന്നാൽ ബ്ലാക്ക് സ്മോക്ക് ഒരുപാട് സോഡ് പിറകിലായിട്ടുള്ളത് അത് ചറപറ വിടുന്നു. അങ്ങനത്തെ രീതിയിൽ അറ്റാക്കാണ്. എന്നിരുന്നാലും ഹൈബോട്ടോങ്ങിനേക്കാൾ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാം. മാസ്റ്ററിന്റെ ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അത് കണ്ട് ചിരിക്കുവാണ്. അതുപോലെ തന്നെ ആ സോഡ് അത് ബ്ലാക്ക് സ്മോക്ക് മാൻസ് ആയിട്ട് വന്ന് അറ്റാക്കും ചെയ്യുന്നുണ്ട്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആംഗ്ര ബുദ്ധ ലോട്ടസ് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഹൈബോട്ടോങ് വന്ന് തടഞ്ഞു. ഞാൻ ഇത് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പിന്നെ ഫൈറ്റ് തുടങ്ങി. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നു. എങ്കിലും ഒരു ടൈമില് അന്നോണാണ് മുന്നിൽ വന്നത്, ആ ബ്ലാക്ക് സ്മോക്ക്. ഹൈബോട്ടോങ്ങിനോട് പറയുന്നുണ്ട്, ഇതാരേ, ഐസ് എംപററോ, ഇനിയും നമ്മൾ മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഹൈബോട്ടോങ് അവനോട്, ആള് നിന്നെ കൊല്ലാനല്ല നോക്കി, നിന്റെ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്നാണ് ആലോചിച്ച് നോക്കെന്ന് പറയുമ്പോൾ അവനും ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ഒരു തവണ പോലും അവനെ കൊല്ലാനായിട്ട് നോക്കിയിട്ടില്ല, സോഡ് ഉപയോഗിച്ച് പോലും. ഹൈബോട്ടോങ്ങിനോട് നളൻ ഫാമിലിയിലേക്ക് എസ്കോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു പോവാണ്. ആ ആളും അവിടെ ഉണ്ടായിരുന്നു. എങ്കിലേടി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അവൻ സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ അത് യൂണർ അയച്ച ആകണമല്ല ആണ്. അവനും അവിടെ നിന്ന് പോയി. അപ്പോഴാണ് അങ്ങോട്ട് ലാബ് വരുന്നത്. ഇവിടെ ഒരു ഫൈറ്റ് നടന്നതെന്ന് മനസ്സിലായി. അതിനുശേഷം ഷിയോയൻ നളൻ ഫാമിലിയിലെത്തി അകത്തേക്ക് പോന്നു. എന്നാൽ ഹൈബോട്ടോങ് പോയില്ല, കാരണം ഐസ് എംപറർ ആണ് എന്ന് അറിയണ്ട എന്ന് വിചാരിച്ച് കാണണം. മിറ്റൽ ഫാമിലി റെക്കമെൻഡ് ചെയ്ത് വന്നതാണ് എന്ന് പറയുന്നു. ആൽക്കമിസ്റ്റ് ആണെന്നറിഞ്ഞിട്ട് അവനെ കൊണ്ടുപോയി. ഹൈബോട്ടോങ് തിരികെ പോവുകയും ചെയ്തു. എങ്ങോട്ടാണെന്ന് വെച്ചാൽ മിറ്റൽ ഫാമിലിയിലേക്ക്. അവിടുന്ന് കട്ടായിട്ട് മുട്ടുകുത്തിയിട്ട്, നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുവാണ്. അപ്പോൾ അവിടെ ഉള്ളത് അതാണ് ടാങ്ഷാൻ. ഇതാണ് ഐസ് എംപററിന്റെ ഓൾഡ് ഫ്രണ്ട്. നീ ഹൈബോട്ടോങ്ങിനെ മിസ്ബിഹേവ് ചെയ്തു, അതിൻ്റെ പണിഷ്മെന്റ് മിസ്റ്റർ ലീയുടെ സ്ഥാനം യാഫയ്ക്ക് കൊടുക്കണം. കാരണം അവൾ നല്ല രീതിയിലാണ് സംസാരിച്ചത്, അവൾക്ക് ഹാപ്പി. മിസ്റ്റർ ലീ സാധാരണ ഉള്ളതിൽ പോലെ ഒരു പോസ്റ്റിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഈ മിറ്റൽ ഫാമിലി ഇപ്പോഴിങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അറിയാമോ? അത് ഈ ഓഡിഷൻ ഹൗസ് ഉള്ളതുകൊണ്ടല്ല. ഹൈബോട്ടോങ് ഈ മിറ്റൽ ഫാമിലിയിലെ ഏത് ലെവൽ സ്ഥാനമാണ് എന്നൊക്കെ പറയുവാണ്. കിട്ടിയത് കൊണ്ട് പോകാം എന്ന് വിചാരിച്ച് അവരും പോകുമ്പോൾ ടാങ്സിന് ഹൈബോട്ടോങ്ങിനോട്, നിന്റെ റൂം ഇപ്പോഴും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോകാനായിട്ട് പറയുന്നു. എന്നാൽ എനിക്കിവിടെ അധികം നാൾ നിൽക്കാൻ കഴിയില്ല, ഞാൻ ഒരു ആവശ്യത്തിനാണ് വന്നത്, എനിക്കവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വാക്ക് കൊടുത്ത്, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പോകും. ടാങ്സിന് ഓക്കെ. അത് കഴിഞ്ഞ് ഷിയോയെ തന്നെയാണ് കാണിക്കുന്നത്. അവൻ മാത്രമല്ല, കുറച്ച് ആൾക്കമിസ്റ്റ് കൂടി അവിടെ ഉണ്ട്. അവരെല്ലാവരും നോക്കിയിട്ട് നടക്കുന്നില്ല. എൻട്രാൻ്റെ അച്ഛൻ നളൻസു എല്ലാവരോടും, അച്ഛൻ ആ പോയിസൺ അത് പിന്നെ കൂടി വരുവാണ്. പിൾസ്കിങ് ഗോഹി വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തു, എങ്കിലും അത് പിന്നെ കൂടിക്കൂടി വരുവാണ്. ഹെവൻലി ഫ്ലെയിം ഉള്ള ആൾക്ക് മാത്രമേ പോയിസനെ മാറ്റാൻ കഴിയൂ. എന്നാൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുന്ന പ്രയാസമാണ്. നിങ്ങൾ വേറെ വഴിയുണ്ടോ എന്നൊക്കെ നോക്കുക എന്ന് പറയുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗിഫ്റ്റ് തന്നെ തരാം, ഇവിടെ വന്നത് അതുപോലെ ഹെൽപ്പ് ചെയ്തതിനും എന്ന് പറഞ്ഞു പോകാൻ നിൽക്കുമ്പോഴാണ് ഷിയോ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് അവിടെ ഉള്ള ഒരു സെക്കൻഡ് ഇയർ ആൽക്കമിസ്റ്റോ, ഇവനെയൊക്കെ ആരാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടെ എന്ന രീതിയിൽ. കാരണം അവിടെ ഉള്ളവരെല്ലാവരും 4th 5th ലെവലുള്ളവരാണ്, അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പേർട്ട് ആയവരാണ്. കൂഹിൻ്റെ അത്ര ഇല്ലെങ്കിലും ആ രീതിയിൽ ചോദിക്കുമ്പോൾ നളൻസൂനും ഒരു ഡൗട്ട് വന്നു, നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്നാൽ ഷിയോയൻ എന്തിനാണ് വന്നത്? ആ ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടി, അല്ലാതെ അവരുമായിട്ട് ചേരാനല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ട് വെറുപ്പിക്കുകയാണ്. അവരോട് എല്ലാവരോടും ഒരു മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതെന്താ പറയുക, ഒട്ടും തന്നെ റെസ്പെക്റ്റ് ഇല്ലാതെ. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ എൻട്രാൻ മാക്സിമം സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുകയും നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഉറപ്പായും ചെയ്യും. എൻ്റെ ടൈം വേസ്റ്റ് ആക്കുകയാണ് നിങ്ങൾ വെറുതെ. നളൻസും റെസ്പെക്റ്റോടെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറയുമ്പോഴാണ് അവൻ ഹെവൻലി ഫ്ലെയിം എടുത്ത് കാണിക്കുന്നത്. അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അതാണല്ലോ അവർക്ക് ആവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. സെക്കൻഡ് ടയർ ആൽക്കമിസ്റ്റിന് പോലും ഒരു ഹെവൻലി ഫ്ലെയിമോ എന്ന രീതിയിൽ ബാക്കിയുള്ളവർ അവനെ കൊണ്ട് പോവുകയാണ്. അതിനുശേഷം അവളുടെ ആ ഗ്രാൻഡ് പേയുടെ അല്ലെങ്കിൽ നളൻജിയുടെ അടുത്തെത്തി. നളൻജിയുടെ ശരീരം മുഴുവൻ പോയിസണായി. അതുകൊണ്ട് തന്നെ ഇത് രക്ഷിക്കാൻ വളരെ പാടാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ടൈം വേസ്റ്റ് ആകുകയുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്ന് നളൻസു. കാരണം ഹെവൻ്റെ ഫ്ലെയിം ഉപയോഗിച്ച് മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്, 100% ഉറപ്പാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ
എൻട്രാൻ എന്തോ പറയാൻ വരുന്നു. എന്നാൽ അത് കേട്ട് അവന് പിന്നെ ദേഷ്യം വന്നിട്ട് പോവാൻ നിൽക്കുന്നു. നളൻസും എന്തൊക്കെ പറഞ്ഞ അവസാനം സമ്മതിപ്പിച്ചു. അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് അവനും ആ ഹെവൻലി ഫ്ലെയിം അത് ഉപയോഗിച്ച് ആ ബോഡിയിലുള്ള പോയിസൺ അത് റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. നല്ല ഹാർഡായിട്ട് ചെയ്യുവാണ്. അവരുടെ അടുത്ത് പോയി ഇരിക്കാനായിട്ടും പറഞ്ഞു. കാരണം ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് ഇത് ചെയ്താൽ കംപ്ലീറ്റ് ആക്കാം. ഇതേ സമയത്ത് ഹൈബോട്ട് അന്ന് പോയതിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ടാങ്ഷൻ നിന്നെ തിരഞ്ഞ് ഞാൻ വന്നു, എന്നാൽ നിന്നെ ഒരു ട്രേസ് പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരു ഡവസോങ്, അതായത് ആൻസിസ്റ്റർ അല്ലെങ്കിൽ 8ാമത്തെ ലെവലുള്ള യുൽഷൻ എന്ന ഒരാൾ ഉണ്ടായിരുന്നു. ഇപ്പം മരിച്ചുപോയി. അത് ഡവസോങ് ആയിട്ടാണ് മരിച്ചത്. ആ ലെവലിൽ അച്ചീവ്മെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ഡവ് മാസ്റ്റർ അല്ലെങ്കിൽ ഡവ് പ്രാക്ടീഷണേഴ്സിന്റെ കാര്യം എന്ന രീതിയിൽ സംസാരിക്കണം. ആ ആള് യുല്ലാൻ സെറ്റിലുണ്ടായിരുന്ന ലീഡറായിരുന്നു. ജിയാമ എംപയറിലെ ഇമ്പീരിയൽ ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പോൾ അത് മിറ്റൽ ഫാമിലിക്ക് വളരെയധികം ഡിഫിക്കൽട്ടായി. എന്നാൽ ആൾ മരിച്ചുപോയി എന്ന് ടാങ്ഷൻ. എന്നാൽ അതൊന്നും ഹൈബോട്ട് വലിയ മൈൻഡ് ഉണ്ടാക്കുന്നില്ല. ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് ഇതെനിക്ക് പഴയ നിലയിലേക്ക് എത്താനുള്ളതാണ്, നീ ഇത് ഒപ്പിച്ചതാ. അതുപോലെ തന്നെ സോൾ പവർ കിട്ടാനുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒപ്പിച്ചേരാനായിട്ട് പറയുന്നു ടാങ്സിനും. അത് സമ്മതിച്ചു. നീ നന്നായിട്ട് മിറ്റൽ ഫാമിലിനെ കൊണ്ടു നടക്കുന്നു. അതിനുശേഷം ഷിയോയും ചെയ്യാനായിട്ട് തുടങ്ങിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുറെ പോയിസൺ മാറിയതോടെ നളൻജിക്ക് ബോധം വന്നു. അതുകൊണ്ട് അവർക്കൊന്നും ആശ്വാസമായി. ഷിയോ പറയുന്നുണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യണം, വേദന ഹാർഡായിരിക്കും, നമ്മളുടെ ലിമിറ്റ് വരെ പറയാനായിട്ട് പറയുന്നു. എന്നാൽ നളൻജി നീ എന്നെ രസിച്ചു എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് മതി മരിക്കാൻ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഇതുവരെ ജീവിച്ചല്ലോ എന്ന് പറഞ്ഞു. മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ എൻട്രാൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞു വിളിക്കുന്നു. അവളെ കണ്ട് നിനക്ക് എന്ത് ധൈര്യം കൊണ്ട് എൻ്റെ മുന്നിൽ വരെ ഷിയ ഫാമിലിയായിട്ടുള്ള എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് അത് എന്നോട് ചോദിക്കാതെ. അതിനുശേഷം എനിക്ക് പോയിസൺ ബാധിച്ചു, അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അവളോട് എൻ്റെ മുന്നിൽ വരരുതെന്ന് പറയുമ്പോൾ ഷിയോയും ഉണ്ടാതിരിക്കാനായിട്ടും പറഞ്ഞു. അങ്ങനെ കുറച്ച് ടൈം കടന്നുപോയി. നളൻഷുവാണെങ്കിൽ അച്ഛനെ എന്തായാലും അവൻ രക്ഷിക്കും. എങ്ങുമാണ് ഹെവൻലി ഫ്ലെയിം ഉണ്ട്, ടാലൻറ്റും ഉണ്ട്. അതെ എന്ന് എൻട്രാനും അങ്ങനെ പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നത് ചോദിക്കുമ്പോൾ സാധാരണ പെൺപിള്ളേർ പറയുന്നത് പോലെ ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന രീതി. അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, 3 ഇയർ എഗ്രിമെന്റ്, നീ കാരണം അവർക്ക് എന്തുമാത്രം അപമാനപ്പെട്ടെന്നറിയാമോ? നീ ജയിച്ചാലും തോറ്റാലും നീ അവനോട് മാപ്പ് പറയണം എന്ന് എൻട്രാൻ ഞാൻ പറഞ്ഞതിൽ തന്നെ യോജിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ ഒരുപാട് നേരം ചെയ്യുന്നു. നളൻജിന്റെ ലിമിറ്റ് എത്ര ഉള്ളെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചതിലധികം പോയിസൺ ബാക്ക് ഉണ്ടായിരുന്നു. ബാക്കി 7 ദിവസം കഴിഞ്ഞ് ചെയ്യാം. നളൻജിയൊക്കെ വേണ്ടിയിട്ട് എന്തോ പറയുമെന്നതും നളൻജിയുടെ നളൻഷു മാസ്റ്ററിന്റെ കാര്യം ആരാണെന്ന് ചോദിക്കാൻ പറഞ്ഞതും എന്നാൽ അവൻ അതിന് റിപ്ലൈ നൽകാതെ എന്നാൽ ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി. നളൻജിയും അവളോട് തള്ളിവിടുന്നു. കൊണ്ടാക്കുന്നു പറഞ്ഞ് ഒന്ന് സെറ്റാകാനാകണം. അവളും പറയെ പോയി. എന്നാൽ അവൻ പിന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ട് തന്നെ സംസാരിച്ച് പോവാണ്. അവളുടെ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അതുപോലെ ഒരുപാട് ആൾക്കമിസ്റ്റ് വന്നിട്ട് രക്ഷിക്കാനില്ല, എന്നാൽ നിനക്കതിന് കഴിഞ്ഞു, നന്ദി. എന്നാൽ ന്യൂ മൈൻഡ് അവളോട് നീയല്ലേ അടുത്ത യൂണിയൻ സെറ്റിലെ അടുത്ത ലീഡർ ആകാൻ പോകുന്നേ എന്ന് പറഞ്ഞ് അവളുടെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നു. എന്നതൊരു ബാരിയർ വെച്ച് തടഞ്ഞു. അവളുടെ സോൾ പവർ സ്ട്രോങ് ആണ് എങ്കിലും അവൾ സ്ട്രോങ് ആണ് എന്ന് അവന് മനസ്സിലായി. അവളോട് ഇനി എസ്കോർട്ട് വരണമെന്നില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു. അവൻ എന്ത് അറഗണ്ടായ പേഴ്സണാണ് എന്ന രീതിയിൽ എൻട്രാൻ. അതിനുശേഷം ലാവോ അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടൊരാൾ വന്നിട്ട് ഹൈബോട്ട് തിരിച്ചു വന്നു എന്ന സത്യം പറയുവാണ്. അതുപോലെ തന്നെ മിറ്റൽ ഫാമിലിയിലെ ഉണ്ട്. അതുപോലെ തന്നെ നളൻ ഫാമിലിയിലെ നളൻജിയുടെ പോയിസൺ ഒരു ഹെവൻലി ഫ്ലെയിമുള്ള ആൽക്കമിസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്തു. അതുവരെ എത്തിയല്ലേ എൻ്റെ പഴയ ഫ്രണ്ടിനെ കാണാൻ സമയമായി എന്നൊരു ഈവിൾ രീതിയിൽ പറയുന്നത് പോലെ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.